ഹൈ ഓൾ ഓഫ് യു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊരു ഫസ്റ്റ് ചാപ്റ്ററാണ് ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അപ്പം ഇത്രയും വിപ്ലവങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒറ്റ വാക്കിൽ നമുക്ക് എങ്ങനെ പറയാം എന്നതും, അതേപോലെ ഈ ഓരോ വിപ്ലവത്തിനും നേതൃത്വം നൽകിയ ആളുകളുടെ പേരുമാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അമേരിക്കൻ വിപ്ലവം നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതിന് എന്താണ് എൻ്റെ കാരണം? ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായി നടന്ന ഒരു സമരമാണിത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്ക് എതിരായിട്ട് നടന്ന സമരമാണിത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുക അല്ലേ. ഓക്കെ, അതിൻ്റെ പ്രധാന നേതൃത്വം വഹിച്ച ആൾക്കാർ ആരൊക്കെയാ? ജോർജ് വാഷിങ്ടൺ, അതേപോലെ തോമസ് ജെഫേഴ്സൺ, അതേപോലെ തോമസ് പെയിൻ. ഈ മൂന്നാളുകളാണെന്ന് പ്രധാനപ്പെട്ട അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത്. അതേപോലെ അടുത്ത വിപ്ലവമാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു, സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് നടന്ന വിപ്ലവമാണെന്ത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുക അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കന്മാരാരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, അതേപോലെ മൊണ്ടസ്ക്യൂ. ഇവർ 3 പേരുമാണ്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ, ഇവർ 3 പേരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ അല്ലേ. നേതൃത്വം അതിനെ അനുകൂലിച്ചതും അതേപോലെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളാണിത്, വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്ന് പറയുക. നമ്മൾ പഠിച്ചിരുന്നു ഇവരുടെ ആശയങ്ങളൊക്കെ, ഏതെല്ലാം ആശയമാണ് അവരെ സ്വാധീനിച്ചത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പം അതിൻ്റെ പ്രധാന കാരണം എന്താണ്? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി നടന്നൊരു വിപ്ലവമാണെന്ന് പറയുക ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി നടന്ന വിപ്ലവമാണിത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുക. അടുത്തത് നമുക്ക് നോക്കാം ആരെല്ലാമാണ് അതിൻ്റെ പ്രധാന നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ആരൊക്കെയാണ്? ഫ്രാൻസിസ്കോ മിറാണ്ട, അതേപോലെ സൈമൺ ബൊളീവിയർ, അതേപോലെ ജോസിഡിസാൻ മാർട്ടിൻ. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത്, ഇതിനെ സ്വാധീനിച്ച ആളുകൾ എന്ന് പറയുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ പഠിച്ചിരുന്നു, രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരെ തന്നെയാണ് ഇത് റഷ്യൻ വിപ്ലവവും നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? അതിനെ സ്വാധീനിച്ച ആളുകൾ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തുള്ള ആരാണ്? കെരൻസ്കി ഉണ്ട്, ലെനിനുണ്ട്, ട്രോട്സ്കി ഉണ്ട്. ഈ 3 പേരാണ് ഇതിൻ്റെ സ്വാധീനിച്ച ആളുകൾ എന്ന് പറയാം അല്ലേ, ഇതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ സ്വാധീനിച്ചെന്ന് പറയാം. ഓക്കെ, അടുത്തത് ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? വിദേശ ആധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ മഞ്ചു രാജവാഴ്ചയ്ക്കുമെതിരെയൊക്കെ നടന്ന ഒരു വിപ്ലവമാണ് ഇത്, ചൈനീസ് വിപ്ലവം. അപ്പം വിദേശ ആധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും അതേപോലെ മഞ്ചു രാജവാഴ്ചയ്ക്കുമെതിരായിട്ട് നടന്ന വിപ്ലവമാണ് ഇത്, ചൈനീസ് വിപ്ലവം. അപ്പം ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ സ്വാധീനിച്ച ആളുകളായിരിക്കുക ഡോക്ടർ സൺ യാട്സൻ ഉണ്ട്, മാവോ സേതുങ്. ഇവർ രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ചൈനീസ് വിപ്ലവത്തെ സ്വാധീനിച്ച ആളുകൾ. അപ്പം തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.